ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുലാവ് ഉണ്ടാക്കിയാലോ? എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ ഓയിൽ, ഗീ, പിന്നെ കറാമ്പൂ, പട്ട, ബേ ലീഫ്, ഏലക്ക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഏതൊക്കെ വെജിറ്റബിളാണ് നിങ്ങൾ എടുക്കുന്നത് അതൊന്ന് കഴുകി റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ ചെറുതായിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. 1-2 തക്കാളി ചേർക്കാം. ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ചില്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മതി, പിന്നെ നമുക്ക് ചേർക്കാം. പിന്നെ ചേർക്കേണ്ട മസാലകളൊക്കെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്തു. ചെറിയൊരു എമൗണ്ട് ജീരകം പൊടിച്ചത് അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കേർഡ് ചേർക്കുന്നുണ്ട്. അത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കേർഡ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അരിച്ചെടുത്ത് വെച്ചിരുന്ന റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് കഴുകണം. ഞാൻ ഏകദേശം 2.5 കപ്പ് റൈസാണ് കഴുകി വച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പിന്നെ നമുക്ക് വെള്ളം ചേർക്കാൻ. ഞാൻ നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ആൻഡ് 2.5 കപ്പ് അരിക്ക് ഞാൻ ഏകദേശം 5.5 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഈ വെള്ളം കൂടി ചേർത്ത ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ്, പുളി ഇതൊക്കെ എന്തെങ്കിലും വേണമെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഈ വെള്ളത്തിന് കുറച്ച് 1 പോയിൻ്റ് കൂടുതൽ സോൾട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇത് പ്രഷർ കുക്കർ അടച്ചിട്ട് വിസിലും വെക്കാം. പിന്നെ ഒരു വിസിൽ കഴിഞ്ഞ ശേഷം ഒരു 8 മിനിറ്റ് ചെറുതാക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിത് തുറക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് ഉപയോഗിച്ചും ഏത് വെജിറ്റബിൾസ് ഉപയോഗിച്ചും പുലാവ് ഉണ്ടാക്കാവുന്നതാണ്. ആക്ച്വലി ഈ വീഡിയോൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാനൊരു 2 ആഴ്ച മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വ്യൂസും ഉണ്ടായിരുന്നു. അതിന് തന്ന അതേ സപ്പോർട്ട് ഈ വീഡിയോക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ ഈ ചാനലിൽ കുറേ ഷോർട്ട് വീഡിയോസും പുതിയ വീഡിയോസും ഒക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കുറേ കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.